സെന്റ് ജോസഫ് കോളേജ് ഓട്ടോണോമസ് ദേവഗിരി 2024 അഡ്മിഷൻ സെല്ലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് കോളേജ് 1956 CMI സഭ തുടക്കമിട്ടതാണ്. 2010 കോളേജ് വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ്, 2014 ഓട്ടോണോമസ് സ്റ്റാറ്റസ്, 2016 നാക് അക്രഡിറ്റേഷൻ 3ാം സൈക്കിളിൽ A++, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRFൽ 59ാം സ്ഥാനവും ദേവഗിരി കരസ്ഥമാക്കി. BBA BCA പ്രോഗ്രാമുകൾക്ക് AICTE അപ്രൂവലും കൂടാതെ കോളേജിന് DBT സ്റ്റാർ സ്റ്റാറ്റസും ലഭിച്ചിട്ടുണ്ട്. ദേവഗിരി കോളേജിലെ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 25 UG പ്രോഗ്രാമുകളും 13 PG പ്രോഗ്രാമുകളും 8 റിസർച്ച് സെൻറ്റേഴ്സുമാണ് കോളേജിനുള്ളത്. ഇനി നമുക്ക് അഡ്മിഷൻ പോർട്ടൽ പരിചയപ്പെടാം. കോളേജ് വെബ്സൈറ്റിൽ കയറാൻ www.devagiricollege.org എന്ന് ടൈപ്പ് ചെയ്യുക. കോളേജ് വെബ്സൈറ്റ് ഹോം പേജിൽ അഡ്മിഷൻ 2024 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം UG അഡ്മിഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ UG നോട്ടിഫിക്കേഷൻ, ഗൈഡ് ലൈൻസ്, പ്രോസ്പെക്ടസ് എന്നീ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇതെല്ലാം കൃത്യമായി വായിച്ചതിന് ശേഷം അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. പിന്നീട് രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് ഒരു എഡിറ്റിങ്ങും സാധ്യമല്ല. SSLC ബുക്കിലെ പ്രകാരം പേരും മറ്റ് ബേസിക് ഡീറ്റെയിൽസും ഇവിടെ പൂരിപ്പിക്കേണ്ടതാണ്. രജിസ്ട്രേഷന് ശേഷം ലഭിക്കുന്ന യൂസർ ID, പാസ്വേഡ് എന്നിവ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ് ആയെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും യൂസർ ID, പാസ്വേഡ് എന്നിവ മെസ്സേജായി വന്നിട്ടുണ്ടാകും. പിന്നീട് അഡ്മിഷൻ പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യുന്നതിനായി ഇത് സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ പേയ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. ലോഗിൻ ചെയ്തതിന് ശേഷം കാണുന്ന ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോംസ് എന്ന പേജിൽ UG അഡ്മിഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ടു അപ്ലൈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് പേജിലെത്തുക. ഇവിടെ നിങ്ങൾ SC ST കാറ്റഗറി ആണെങ്കിൽ 125 രൂപയും ബാക്കി വിഭാഗത്തിലുള്ളവർ 350 രൂപയുമാണ് ഫീസായി അടയ്ക്കേണ്ടത്. മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ പേജ് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏത് ഉപാധി വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾ കാണുന്നത് പുതിയൊരു വിൻഡോ ആയിരിക്കും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെന്നും നിങ്ങൾ അടച്ച തുകയും ട്രാൻസാക്ഷൻ IDയും കാണിക്കുന്നുണ്ടാകും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന കോളംസ് ഫിൽ ചെയ്തതിന് ശേഷം CAP ID നൽകുക. CAP ID ഉണ്ടെങ്കിൽ മാത്രം അത് എൻ്റർ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പിന്നീട് കൊടുക്കാവുന്നതാണ്. അടുത്തതായി റിലീജിയനും കാസ്റ്റും സെലക്ട് ചെയ്യുക. സീറ്റ് റിസർവേഷൻ കോട്ടയിൽ വരുന്ന കമ്മ്യൂണിറ്റി മെറിറ്റ് വിഭാഗത്തിൽ സിറിയൻ കാത്തോലിക് അഥവാ സീറോ മലബാർ കാത്തോലിക് കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഈ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റിന് കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ക്ലെയിം ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഇത് സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് പാരീഷും ഡയസീസും കൃത്യമായി അടയാളപ്പെടുത്തുക. കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവരുടെ പാരിഷ് പ്രീസ്റ്റിൽ നിന്നും ഒരു കത്ത് കൊണ്ടുവരേണ്ടതാണ്. അടുത്തതായി എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. നിങ്ങൾ APL ആണോ BPL ആണോ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരാണോ എന്നാണ് ചോദ്യം. ഇത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റിൻ്റെ, അതായത് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. ഇതിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനനുയോജ്യമായ സർട്ടിഫിക്കറ്റുകൾ പിന്നീട് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും കൃത്യമായി രേഖപ്പെടുത്തുക. അടുത്തത് പേരൻറ്റ് ഡീറ്റെയിൽസ് ആണ്. പേരൻറ്റിൻ്റെ നെയിം, ഒക്യുപ്പേഷൻ എന്നിവ കൃത്യമായി ഫിൽ ചെയ്യുക. ഫാമിലി ആനുവൽ ഇൻകം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾ ഇൻകം സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ള ആനുവൽ ഇൻകം തന്നെ ഇവിടെ രേഖപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കൺസെഷന് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് പേരൻ്റ് അല്ല ഗാർഡിയനെങ്കിൽ ഗാർഡിയൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി രേഖപ്പെടുത്തുക. അടുത്തതായി വെയിറ്റേജ് കോട്ട. ഇവിടെയുള്ള ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു വായിക്കുക. ഇതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും അഡ്മിഷൻ സമയത്ത് ആ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായി കൊണ്ടുവരികയും ചെയ്യുക. ഒന്നിലധികം ഓപ്ഷനുകൾ നിങ്ങൾക്ക് വെയിറ്റേജ് കോട്ടയിൽ കൊടുക്കണമെങ്കിൽ ആഡ് അനദർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ഓണേഴ്സ് കാൻഡിഡേറ്റിന് കമ്പ്യൂട്ടർ, IT, മൾട്ടിമീഡിയ, ഫൈൻ ആർട്സ് എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് വെയിറ്റേജ് ലഭിക്കുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് തീർച്ചയായും കൊണ്ടുവരേണ്ടതാണ്. ഡു യു ഹാവ് എനി ഡിസേബിലിറ്റീസ് എന്ന കോളത്തിൽ യെസ് എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ കൃത്യമായ ഡിസേബിലിറ്റി മെൻഷൻ ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലൈൻഡ് സ്റ്റുഡൻസിന് BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BSc കമ്പ്യൂട്ടർ ആൻഡ് മാത്തമാറ്റിക്സ് ഡബിൾ മേജർ എന്നീ വിഷയങ്ങൾ ഒഴികെയുള്ള ഒരു സയൻസ് വിഷയത്തിനും അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ദ ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് സ്റ്റുഡൻസിന് BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BSc കമ്പ്യൂട്ടർ ആൻഡ് മാത്തമാറ്റിക്സ് ഡബിൾ മേജർ, BSc മാത്തമാറ്റിക്സ് ഓണേഴ്സ് എന്നീ വിഷയങ്ങൾ ഒഴികെയുള്ള ഒരു സയൻസ് വിഷയത്തിനും റിസർവേഷൻ ലഭിക്കുന്നതല്ല. അടുത്തത് സ്റ്റുഡൻറ്റ് ഫോട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് കൃത്യമായി വായിച്ചു നോക്കുക. അതുപ്രകാരം ഒഫീഷ്യലായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകുക. ഇനി എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്. ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ +2 പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനും സ്ട്രീമും പാസ്സായ വർഷവും മറ്റ് വിശദമായ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി മാർക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള പേജാണ്. ഇവിടെ +2 നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ കൃത്യമായി പൂരിപ്പിക്കുക. നമ്മൾ HSC പാറ്റേൺ ചൂസ് ചെയ്തതിനാലാണ് ഈ രീതിയിൽ നമ്മുടെ പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മാക്സിമം മാർക്കാണ് ഇവിടെ ഡീഫോൾട്ടായി വന്നിരിക്കുന്നത്. മാർക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. അടുത്തതായി പ്രിഫറൻസസ് സെലക്ട് ചെയ്യാനുള്ള പേജാണ്. +2 പഠിച്ച വിഷയത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോഗ്രാം പ്രിഫറൻസസ് സെലക്ട് ചെയ്യാൻ സാധിക്കുക. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 8 പ്രിഫറൻസ് വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഹയർ പ്രിഫറൻസിലുള്ള പ്രോഗ്രാമിൽ നിങ്ങൾ ഷുവർ ലിസ്റ്റിൽ വരികയാണെങ്കിൽ കൊടുത്തിട്ടുള്ള ലോവർ പ്രിഫറൻസുകൾ എല്ലാം ക്യാൻസൽ ആവുന്നതാണ്. കാൽക്കുലേറ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ലാംഗ്വേജ് പ്രിഫറൻസിൽ നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ലാംഗ്വേജ് ചൂസ് ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം മുഴുവനായി കാണാവുന്നതാണ്. ഇവിടെ ഡിക്ലറേഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇത് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുക. ഫൈനൽ സബ്മിഷന് ശേഷം ഒരു എഡിറ്റിങ്ങും സാധിക്കുന്നതല്ല. ഫൈനൽ സബ്മിഷന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കോളേജ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഓൺലൈൻ കറക്ഷൻ ഷെഡ്യൂൾഡ് തീയതികളിൽ മാത്രം എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ദേവഗിരി കോളേജിൻ്റെ അഡ്മിഷൻ സെല്ലുമായി സഹകരിച്ചതിന് നന്ദി.